Hey all, welcome back to Motorholic 390. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നിലവിലിപ്പോൾ ഉള്ളത് വിജയാപൂർ. ഓക്കെ, മഹാരാഷ്ട്രയുടെ ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലോറ കേവ്സ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എല്ലോറ കേവുകളെ പറ്റിയിട്ട്. ഏകദേശം ഒരു 10-20 ചില്ലറ എന്തോ കേവുകൾ ഒരുമിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് എല്ലോറ കേവ്സ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര. നമ്മുടെ മറ്റേ മോളിൽ നിന്ന് കത്തിയെടുത്ത സ്ട്രക്ചറൊക്കെ കാണണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴും കുറേ വിവാദങ്ങൾ നിലനിർത്തുന്ന ഒരു സ്ട്രക്ചറാണ്. ചിലർ പറയുന്നുണ്ട് അത് മനുഷ്യന്മാർ അന്ധകാലത്ത് അത്രയും എന്താ പറയുക വർഷങ്ങളുടെ ഹാർഡ് വർക്ക് മൂലം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്ഥലമാണ് മനുഷ്യന്മാർ ഇപ്പോഴും എന്താ പറയുക അവകാശപ്പെടുന്നുണ്ട്. അറ്റ് സെയിം ടൈം വേറെ കുറച്ച് ആൾക്കാർ ഏലിയൻസ് ആയിട്ട് ഇതിന് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ കോൺട്രവേഴ്സീസ് നടക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് ഉള്ളൊരു സ്ഥലമാണ് എല്ലോറ കേവ്സ്. ഓക്കെ, അതിനുള്ളൊരു കാരണമുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സ്ട്രക്ചറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ പിരമിഡ്സ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ബുർജ് ഖലീഫ ആയിക്കോട്ടെ, പിന്നെ അതേപോലെ നമ്മുടെ ഗേറ്റ് വാൾ ഓഫ് ചൈന, അങ്ങനെ ഒരുപാട് വലിയ വലിയ സ്ട്രക്ചേഴ്സ് നമ്മുടെ ലോകത്ത് തന്നെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് താഴത്തുനിന്ന് മുകളിലോട്ടാ. ദാറ്റ് മീൻസ് നമ്മുടെ ബേസ് കെട്ടി അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ വീട് എങ്ങനെയാണോ കെട്ടണേ അതുപോലെ തന്നെ നമ്മൾ തറ കെട്ടി പിന്നെ കല്ല് വെച്ച് താഴത്തുനിന്ന് മുകളിലോട്ടാണ് നമ്മൾ ഏത് കൺസ്ട്രക്ഷനും നമ്മൾ ഹ്യൂമൻസ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാൻ പറ്റിയത്. ഈ എല്ലോറ കേവ്സ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാ. ദാറ്റ് മീൻസ് ഒരു മുഴുവൻ പാറ, ആ മുഴുവൻ പാറയെ നിങ്ങൾ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് കൊത്തിയെടുത്ത് സ്ട്രക്ചർ ബിൽഡ് ചെയ്യാണ്. നിങ്ങൾ ആലോചിക്കണം, അതായത് റിവേഴ്സ് എഞ്ചിനീയറിങ്. ഇപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ വീട് പണിയണമെങ്കിൽ നമുക്ക് അതിന് പ്ലാനും കാര്യങ്ങളല്ലാണ്ട് അതൊക്കെ ഈസിയാണ് ഗൈസ്. നമ്മൾ താഴ്ന്ന് പൊക്കിയെടുക്കുക വേണ്ടോ. ഓക്കെ, പക്ഷെ ഇത് നേരെ തിരിച്ചാ, റിവേഴ്സ് എഞ്ചിനീയറിങ്. ഒന്ന് ആലോചിക്കണം, ഏത് കാലത്ത് അന്ധകാലത്ത് ഇട്ടാ എത്രയോ കൂടി വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഇത് അന്ന് തന്നെ ഇത് കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഏതൊരു രാജഭരണകാലത്ത് രാജാവിൻ്റെ അണ്ടറിൽ ഒരുപാട് ആൾക്കാരെ വെച്ചിട്ട് ഇത് നശിപ്പിക്കാൻ നോക്കി. അതായത് ഹ്യൂമൻസ് ബിൽഡ് ചെയ്തതാണെന്ന്, മനുഷ്യന്മാരുണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് നശിപ്പിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഇത് നശിപ്പിക്കാൻ വേണ്ടി കുറേ പാടുപെട്ടു. എത്രയോ വർഷങ്ങളൊക്കെ ഇവർ നിന്ന് മെനക്കിട്ടിട്ടും അതുമ്പോൾ ചെറിയ ചെറിയ പോറലുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ കുറേ എന്താ പറയുക ആർട്ടുകളൊക്കെ ഉണ്ട്. ഈ സ്ട്രക്ചറിൽ കുറേ ആർട്ടുകളുണ്ട്. ഈ ആർട്ടുകൾക്കൊക്കെ ചെറിയ ചെറിയ പോറലുകൾ ഏൽപ്പിക്കാൻ പറ്റിയെന്നല്ലാതെ വേറെ ഒന്നും ആ സ്ട്രക്ചറിൽ ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദാറ്റ് മീൻസ് മനുഷ്യന്മാർക്ക് ആ സ്ട്രക്ചർ നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ നടന്ന കുറേ ആനയുടെ തുമ്പിക്കൈ പൊട്ടിക്കാനും കുറേ എന്താ പറയുക ആർട്ടിലത്തെ ചെറിയ മൂക്ക് പൊട്ടിക്കാനും അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളൂന്ന് മനുഷ്യന്മാർക്ക്. അല്ലാതെ ആ സ്ട്രക്ചറിന് വേറൊരു കേടുപാടുകളൊന്നും വരുത്താനായിട്ട് മനുഷ്യന്മാർക്ക് പറ്റിയിട്ടില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോലെ എല്ലാം നമ്മൾ താഴ്ത്തുന്നാണ് ബിൽഡ് ചെയ്യണം. ഇത് മുകളിൽ നിന്ന് താഴ്ത്തിക്കാണ് ബിൽഡ് ചെയ്യണത്, നേരെ റിവേഴ്സ് എഞ്ചിനീയറിങ്. അത് ആ കാലത്ത് അത് പോസിബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, മുകളിൽ നിന്ന് താഴ്ത്തിക്കുന്ന സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ അത്രയും അക്യുറേറ്റ് ആയിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുമോ? അത് ആ കാലത്ത് ഈ കാലത്ത് പിന്നെയും ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് വയ്ക്കാം. അന്നത്തെ കാലത്ത് അതിനുള്ളൊരു പോസിബിലിറ്റി ഇല്ല ഗൈസ്, മനസ്സിലായോ? അതുകൊണ്ടാണ് പലരും ഇത് ഏലിയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യണേ. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി കഥകൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. എല്ലോറ കേവ്സ് എത്തിയിട്ട് കാണാം. അങ്ങോട്ടുള്ള വഴിയിലാണ് നമ്മൾ. ഒരു 10-15 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ എല്ലോറ കേവ്സ് എത്തും. ഓക്കെ, നമ്മളിത് ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് എല്ലോറ കേവ്സിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഹബീബി കം ടു കേരള. ചേക്കൻ കളിച്ച് നോക്കാനുള്ള ഇതിനുള്ളതാണ് സംഭവം. നമ്മൾ കയറി ചെല്ലിനോട് തന്നെ 16ാമത്തെ കേവാണ്. മറ്റേ ശിവക്ഷേത്രം എന്താ പറഞ്ഞേ, അതാണ് മുകളിൽ നിന്ന് അടിച്ചിട്ടുള്ള സ്ട്രക്ചർ. നമുക്ക് നോക്കാം, വാ. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ഒക്കെ എടുത്തു. അവിടെ ഒരു ക്യാഷിൽ മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. നോ ഗൂഗിൾ പേ, നോ ഫോൺ പേ. വി ഗോട്ട് ഔട്ട് ടിക്കറ്റ്സ് ഇൻ ഓൺലൈൻ. ഓക്കെ, ശരി നടക്കാൻ കേട്ടോ. മൊത്തം 4 കിലോമീറ്റർ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. മൊത്തം കേവ്സ് കാണണമെന്നുണ്ട് വെച്ചിങ്ങനെ. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കേവ്സ്, ഞാൻ കാണാൻ ആഗ്രഹമുള്ള കേവ് 16th കേവാണ്. ശിവക്ഷേത്രമാണ് എന്തൊക്കെയാണ് പറയണേ. അതിൻ്റെ മുകളിൽ നിന്ന് അത് വേറെ സീനാണ്. ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്താൽ മതി ചേട്ടാ, ഓൾ സെറ്റാണ്. മൊത്തം 34 കേവ്സ് ഉണ്ട് കഴിച്ച് ഇതിൻ്റെ ഉള്ളിൽ. 34 കേവ്സ് ഉണ്ട്.
ഓക്കെ, നമ്മൾ 34 കേവ്സ് കാണണമെന്നുണ്ടെങ്കിലാണ് ഈ 4 കിലോമീറ്റേഴ്സ് സർക്കിൾ. പിന്നെ അതൊരു വലിയ പാറ കേട്ടോ, അതായത് കിലോമീറ്റർ നീണ്ടു കിടക്കണ ഒരു വലിയ പാറയാണ്. അതിൻ്റെ മുകളിലാണ് ഈ സംഭവം അടിച്ചിട്ടുള്ളത്. ഓക്കെ, ഓ ഇത് വേറെ തന്നെ സ്ട്രക്ചറാണ് കേട്ടോ. ഞാൻ വിചാരിച്ച് ഇത്രയും വലിപ്പം പ്രതീക്ഷിച്ചിട്ടില്ല ഗൈസ്. എൻ്റെ പൊന്നെ, ഇതൊരു ഭീകരമാണുള്ള. ഞാൻ പറഞ്ഞ 34 കേവ്സ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ്, കൈലാസ ടെമ്പിൾ. ഓക്കെ, ഈ 34 കേവ്സിന്റെ ഷേപ്പ് ഞാൻ വെറുതെ കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്തുള്ള ഷേപ്പ് നോക്കട്ടോ നീ, അതിൽ മനസ്സിലാവുണ്ടോ? ഹ്യൂമൻസ് റിലേറ്റഡ് അല്ല ഈ ഷേപ്സ് ഒന്നും. ഇതൊരു ഭീകര സ്ട്രക്ചർ കേട്ടോ, ചെറുതൊന്നല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് മനുഷ്യന്മാരുണ്ടാക്കിയതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇത് നശിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നടന്നു. അങ്ങനെ നശിപ്പിക്കണതിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കണ്ടോ, ചെറിയ ചെറിയ പൊട്ടലുകൾ കാര്യങ്ങളൊക്കെ കണ്ടോ, അതിൻ്റെയൊക്കെ വിഗ്രഹത്തിലൊക്കെ ചെറിയ ചെറിയ ക്രാക്കുകൾ, അങ്ങനെ കുറച്ച് ക്രാക്സ് മാത്രം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ ഗൈസ്. കണ്ടോ, അവരൊക്കെ ഫേസിങ് കണ്ടോ. ഇങ്ങനെ കുറച്ച് ക്രാക്സ്, ഫേക്സിന് കുറച്ച് ക്രാക്സ് മാത്രം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. ഗണപതിയുടെ ഒക്കെ നോക്കി തുമ്പി കൈയൊന്നുമില്ല കേട്ടോ. എൻ്റെ പൊന്നെ, വേറെ തന്നെ ലോകം. എലിഫന്റിന്റെ ബാക്കിൽ എലിഫന്റ് ഉണ്ട് കേട്ടോ. ഇതിന്റെ തുമ്പികയൊക്കെ ഉണ്ടോ പൊട്ടിച്ചിട്ടുള്ള. ഇതൊക്കെ അന്ന് ഹ്യൂമൻസ് മെയ്ഡ് ചെയ്തതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻസിനെ നശിപ്പിക്കാൻ കുറെ നോക്കിയതാ. പക്ഷെ ഇവർക്ക് ആ സ്ട്രക്ചറിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് തുമ്പിക്കൈ കൊമ്പൊക്കെ ഒന്ന് പൊട്ടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളൂ. നോക്കിയേ, വെറുതെ ഒരു സ്ട്രക്ചറാണെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. ഇത് ഈസിയായിട്ട് പറ്റും. ഈസി എന്നല്ല, കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിലും പറ്റും. പക്ഷെ ഇതിലത്തെ ഓരോ ഡിസൈൻസും കൊത്തുപണികളൊക്കെ വേറെ സീനാണ്. ഇവിടെയൊക്കെ നോക്കി, ഇതൊക്കെ അവർ ഹ്യൂമൻസ് നശിപ്പിക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തിട്ടുള്ള കേട്ടോ. പക്ഷെ ഇതൊക്കെ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് തന്നെ പണിതെടുത്തിട്ടുള്ള സാധനങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ സംഭവങ്ങൾ ഇത് നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓ, ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ കാണണം ഗൈസ്. കണ്ടോ, ഇതൊക്കെ പൊട്ടിച്ചിട്ടുള്ളതുണ്ടോ. ഇതൊക്കെ ഹ്യൂമൻസ് നശിപ്പിച്ചിട്ടുള്ളതാണ് ഈ ചെവിട്. പക്ഷെ ഈ സ്ട്രക്ചറിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ല അവർക്കൊന്നും. ഇത് ഹ്യൂമൻസ് മേക്ക് ചെയ്താന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതൊരു വിശ്വസിക്കാൻ പറ്റാത്ത സംഭവം തന്നെയാണ് കേട്ടോ. കാരണം ഇത് വലിയൊരു പാറ കഷ്ണം മോളിൽ നിന്ന് ഇങ്ങോട്ട് റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് ആ കാലത്ത് ഐ ഡോണ്ട് നോ ഗൈസ്. എനിക്ക് അറിയില്ല ഹ്യൂമൻസിനെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. ഹ്യൂമൻസിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിൽ. ഇത് എന്താ പറയുക, നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഇത് നറുനാശാക്കിയിട്ട് കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്നു ഇത് നശിപ്പിക്കാൻ പറ്റി. ഹ്യൂമൻസ് ഉണ്ടാക്കിയതാണെന്ന് കുറേ കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഹ്യൂമൻസ് ഉണ്ടാക്കിയതാണെങ്കിൽ ഹ്യൂമൻസിന് നശിപ്പിക്കാൻ പറ്റും എന്നുള്ള സ്കീമിലാണ് ആക്ച്വലി ഇത് തകർക്കാനുള്ള കുറേ ശ്രമം നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് ആക്ച്വലി കാണുന്ന സ്ഥലങ്ങളിലൊക്കെ
ഈ ആനകൾക്ക് ഒന്നും കൊമ്പില്ലാത്തതും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, അങ്ങനെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. വേറൊരു കാര്യം ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ലാന്ന് നിങ്ങൾ ആലോചിക്കണം. ഇത് മണ്ണല്ല കേട്ടോ, പാറയാണ്. ഒരൊറ്റ സ്ട്രക്ചർ, ഒറ്റ കല്ല് പാറ, അതുമൂലമാണ് ഈ കളി കളിച്ചിട്ടുള്ളത്. ഇമ്പോസിബിൾ. നിങ്ങൾ ആരെങ്കിലും എല്ലാവരൊക്കെ സൃഷ്ടി ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കണ്ടു കേട്ടോ. അത് കാണാനുള്ള സാധനമുണ്ട് കഴിച്ച്, നമ്മളൊന്ന് അത്ഭുതപ്പെട്ടു പോകും. അതുപോലത്തെ സ്ട്രക്ചറാണ് കഴിച്ച്. ഈ സ്റ്റെപ്പുകളൊക്കെ കണ്ടോ നിങ്ങൾ? ആക്യുറേറ്റ് ആണ്. നമ്മളിപ്പോൾ ലേസർ കട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലെ ആക്യുറേറ്റ് ആണ് ഗൈസ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതിനുള്ളിലേക്ക് ഒരു വഴിയുണ്ട് കണ്ടോ. ഇവിടെ ഫുൾ എക്കോ കേട്ടോ. അങ്ങോട്ട് പോകാനൊക്കെ പറ്റും തോന്നുന്നു. പോയേക്കണം നമുക്ക്. അതിനുള്ളിൽ പോയേക്കണം. ഗുഹ ഗൈസ്. അങ്ങനെ നമ്മൾ പോകണില്ല. അല്ലെ വവ്വാലൊക്കെ ഇങ്ങോട്ട് പറന്നോ നമ്മുടെ കിളി പോവും. അതുകൊണ്ട് നമ്മൾ പോകണില്ല. ഇത് വേറെ തന്നെ സീനാട്ടോ. ഞാൻ നിർബന്ധമായിട്ടും പറയും, കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കണം. ഇതൊക്കെ നോക്കി കാലൊക്കെ ചെറിയ ചെറിയ ക്രാക്ക് ചെയ്ത് പൊട്ടിക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. വേറൊരു കാര്യം കളി നടന്നിട്ടില്ല ഇവിടെ. കണ്ട ലെഗൊക്കെ കണ്ട പൊട്ടിച്ചുള്ളത്. ലെഗ് ഇവിടുന്ന് കണക്ട് ചെയ്യുന്നതാണ്, പൊട്ടിച്ചു. അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം. അവിടേക്ക് ഒരു ഹോൾ നോക്കിയേ, കുറേ ഉണ്ട് കേട്ടതില്ലേ. കുറേ സെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് ഗൈസ്. അത് ലോട്ട് ഓഫ് വിത്ത് ഡിസൈൻസ്. ഇതൊക്കെ മനുഷ്യന്മാരെ ഞാൻ പറഞ്ഞില്ല, അന്ന് രാജാവിൻ്റെ കാലത്ത് അന്ന് നശിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നശിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് എന്തോരം ഡിസൈൻസ് അയച്ചുള്ളൂ നോക്കി നിങ്ങൾ. 1-2 ഡിസൈൻസ് അല്ല, ഫുള്ള് ഭയങ്കര കൺഫ്യൂസിങ് ഡിസൈൻസ് ആണ് ഗൈസ്. ഡിസൈൻ ഇല്ലാതെ എല്ലാ ഈച്ച് ആൻഡ് എവരി പോയിന്റ്സിലും ഡിസൈൻസാണ്. എന്നിട്ടാണിത് എനിക്കറിയില്ല. ഞാൻ ഇനിയും അത് അഗെയിൻ ആൻഡ് അഗെയിൻ പറയണില്ല. നിങ്ങൾ കണ്ടു കാഴ്ചകൾ.
ഇത് കാണുമ്പോൾ റോബോട്ട് പോലെയൊക്കെ തോന്നണല്ലേ. നശിപ്പിച്ചതായിട്ട് എങ്ങനെ ഒരു എലിഫന്റ് ആയിരുന്നു. നമുക്ക് ടെമ്പിളിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഓ നിങ്ങൾ ആലോചിക്കണം, ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെപ്സ് മോളിൽ നിന്ന് ഉണ്ടാക്കി വരാമെന്ന് ആലോചിക്കണം കേട്ടോ. താഴത്ത് ഉണ്ടാക്കി വന്നിട്ടുള്ളതല്ല. ഇതൊരു പാറയുടെ എഡ്ജാണ്. ദാറ്റ് മീൻസ് കണ്ടോ, ഇങ്ങനെയുള്ള ഒരു പോർഷൻ്റെ എഡ്ജ് സീനാണ് ഞാൻ കാണിച്ചു തരണേ. ഓക്കെ, ഇത് വെറുതെ കൊടുന്ന ഒരു പാറ കയറ്റി വെച്ചുള്ളതല്ല, പാറ കട്ട് ചെയ്തെടുത്തത് തന്നെയാണ്. ഞാൻ മനസ്സിലായി, അതാണ് ആ എഡ്ജ്. ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു എഡ്ജ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കണ്ടോ, എല്ലായിടത്തും അങ്ങനെയാണ്. എഡ്ജ് എഡ്ജ് പാറ കൊടുന്ന് വെച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് വരും. ഗ്യാപ്പ്, there is no gap bro. ഇതൊരു ഗുഹയാണ്. ഗുഹയുടെ ഉള്ളിൽ ഒരു ഡിസൈൻസ് നോക്കി ഞങ്ങൾ അങ്ങ് അറ്റം വരെ കേട്ടോ, അവിടെ വരെ ആക്യുറേറ്റ് ചെയ്ത് വെച്ചിരിക്കണല്ലോ. അതിൻ്റെ ഇടയിലൊക്കെ ഡിസൈൻ കൊടുത്തേക്കണ. പക്ഷെ എന്നാലും ആ ലെവലിൽ നടന്നൊരു പാറയാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്തിട്ട് ഈ ലൈനാക്കി എടുത്തേക്കണേ. റിവേഴ്സ് എഞ്ചിനീയറിങ്. ഇത് ശരിക്കും ഹ്യൂമൻസ് പണിതാണെങ്കിൽ മക്കളെ ഇതൊരു എഞ്ചിനീയറിങ് മാർവലസ് ആയിട്ട് തന്നെ കൂട്ടണം. പക്ഷേ ദിസ് ഈസ് നോട്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാൻ ബാക്കിലൊക്കെ കാണുന്നില്ല സെക്ഷൻ, അതുപോലത്തെ ഒരു മലയാണിത്. അതിൻ്റെ മുകളിൽ നിന്ന് റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്ത് 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 അടിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നേക്കാണ് ഗൈസ്. അൺബിലീവബിളാണ്. നമ്മൾ ഫോണിൽ കൂടെ നോക്കുമ്പോൾ ഓക്കെ, നേരിട്ട് കാണുമ്പോൾ ഇത്രയും ബിഗ് ഒരു സ്ട്രക്ചറാണ്. നമ്മൾ വിചാരിക്കും ചെറുതാണ്, ചെറുതല്ല, ഇത് ഹ്യൂജാണ്, വെരി ഹ്യൂജ്. നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും വലിപ്പമുള്ള സ്ട്രക്ചറാണ് ഗൈസ്. ഇറ്റ്സ് അൺബിലീവബിൾ ഗൈസ്. ഇത്
ഇതൊക്കെയാണ് എല്ലോറ കേവ്സിന്റെ വിശേഷങ്ങൾ ഗൈസ്. നിങ്ങൾ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരിക, നേരിട്ട് കാണുക. അതൊരു ഫീലാണ് സീരിയസ്ലി. ഇത്രയും വലിയ സ്ട്രക്ചർ. ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്, നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ, അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു എക്സ് എന്നുള്ളൊരു സീനാണ്, ഒരു സിമ്പലാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടണത്. ഇപ്പോൾ കോപ്റ്റർ ഷോട്ട് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രോണോടെ എന്താ പറയുക സമ്മതിക്കില്ല, അവർ പറപ്പിക്കാൻ സമ്മതിക്കില്ല. നോ ഡ്രോൺ സോണാണ്. സോ ഹെലികോപ്റ്റർ ഷോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു എക്സ് എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു സ്കീമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എല്ലോറ കേവ്സിൻ്റെ വിശേഷങ്ങൾ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. നമ്മൾ 2 ടീംസിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവന്മാര് ഓൾ ഇന്ത്യ ട്രക്ക് ചെയ്തിട്ട് വരുന്നതാണ്. ബൈ വാക്ക്. No lift, no ഒരു പരിപാടിയില്ല, ഓൺലി വാക്കിംഗ്. Only walking. യുവർ നെയിം? My name is Gopi Kumar. मेरा ID का नाम है TVS 16 Traveler. ബ്രോ നാമേ? My name is Sushant. സുശാന്ത്.